ഹായ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ മോഡൽ എക്സാം മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിഗംഭീരമായി എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പഠിച്ചിട്ട് പോയി എഴുതുക. ബോർഡ് എക്സാമിൻ്റെ അതേ ഒരു ഇമ്പോർട്ടൻസോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മോഡൽ എക്സാമിനെയും കാണുന്നുണ്ട്. കാരണം നമുക്കുണ്ടായ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ മോഡൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അതേ ഗൗരവത്തോടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് എത്തിക്കാൻ വേണ്ടിയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇന്നലെ കഴിഞ്ഞ നമ്മുടെ 2025 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യം കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു, 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യന്, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യന്, അതേപോലെ തന്നെ ഡെറിവേഷൻസ്, തിയറി, ഇങ്ങനെ 4 പാർട്ടായിട്ട് നമ്മൾ മാറ്റി. എന്നിട്ട് ഓരോ പാർട്ടിൽ നിന്നും എത്ര മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് അനലൈസ് ചെയ്തു. ആ അനലൈസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാം 60 മാർക്കിനാണ് നമ്മുടെ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. 78 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അതിൽ 60 മാർക്കിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ ഈ 78 മാർക്കിൽ ഓരോ സെക്ഷനിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മളേറെ കുഴപ്പിക്കുന്ന കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുമുണ്ട്, അതേപോലെ തന്നെ പാടുള്ള ക്വസ്റ്റ്യനുമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റൽ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 9 മാർക്കിന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. 78ൽ 9 മാർക്കിന്, 9 അല്ല 10 മാർക്കിനാണ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യന് 12 മാർക്കിന് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളൂ. ഈ 12 മാർക്കിൽ 1-2 ന്യൂമറിക്കലൊക്കെ വളരെ എളുപ്പം ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ 12 മാർക്കിന് മാത്രമേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചുള്ളൂ. പിന്നീട് എല്ലാ മക്കളെയും ഒന്നാണ് ചില കുട്ടികളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചില കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു സംഗതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് അത് എളുപ്പമാണ്. ഡെറിവേഷൻ്റെ പ്രത്യേകത, ഡെറിവേഷൻ നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. മറ്റേതൊക്കെ നമ്മളിങ്ങനെ എഴുതി ന്യൂമറിക്കലാണെങ്കിൽ ആൻസർ തെറ്റോ ഇല്ലയോ എന്നൊക്കെ സംശയമുണ്ട്. എന്നാൽ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും പോകാതെ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് ഡെറിവേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഡെറിവേഷന് 25 മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. 25 മാർക്ക് ഡെറിവേഷനിൽ മാത്രം നമുക്ക് കിട്ടുന്നതായിരിക്കും. 25 മാർക്ക് അല്ലേ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട സംഗതിയാണ് ഡെറിവേഷൻ. പിന്നീട് വരുന്ന 31 മാർക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോടാ, തിയറിയിൽ നിന്നാണ്. 31 മാർക്കിനാണ് നമ്മളോട് തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചത്. തിയറി മാത്രം പഠിച്ചുകൊണ്ട് പോയ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ 50% മാർക്ക് ഫിസിക്സിൽ അടിച്ചെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ. ഇനി ഇത്തവണ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാകും, നമ്മുടെ അടുത്ത പബ്ലിക് എക്സാമിനേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ മോഡൽ എക്സാമിന് ശേഷവും ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. മോഡൽ എക്സാമിന് ശേഷവും ഈ ഒരു അനാലിസിസ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മാത്രം മതിയാവും. അപ്പോൾ മക്കളെ, മറ്റൊന്നുമല്ല, നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഡെറിവേഷനൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോ തിയറിയും ഈച്ച് ആൻഡ് എവരി പോയിന്റ് NCERTയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്യെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതിന് നിങ്ങളെ സഹായിക്കാൻ ഞാൻ നിതിൻ സാറും ഇന്ന് രാത്രി വരുന്നുണ്ട്. സൂപ്പർ 60 ആയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും. നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാം. ആരും പേടിക്കേണ്ട. നമ്മൾ പഠിച്ചത് മാത്രമേ എക്സാമിന് ചോദിക്കൂ. ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനേഷൻ എഴുതുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ.